സുധിയുടെ മകൻ കിച്ചുവിൻ്റെ വളർത്തമ്മ നമ്മളൊക്കെ കേട്ടിരുന്ന മറ്റേ താജ് പത്തനംതിട്ട പറഞ്ഞിരുന്ന ഒരു വ്യക്തിയുണ്ട്. കിച്ചു അവരമ്മ ഇട്ടിട്ട് പോയ സമയത്ത് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു സ്ത്രീ. അവരുടെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. എല്ലാവരും ക്ഷമയോടെ കാണുക. നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക് യു. വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇന്ദു തിരുവല്ല എന്ന് പറഞ്ഞ കോമഡി ആർട്ടിസ്റ്റാണ്. കൊല്ലം സുധിയായിട്ടുള്ള നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ നോക്കിയിരുന്ന ആളാണ് ചെറുപ്പത്തിൽ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കാലൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഇത് കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആർക്കും സപ്പോർട്ട് കൊടുത്തിട്ടില്ല. കാരണം അത് അവരവരുടെ ജീവിതമല്ലേ, നമ്മൾ അതിനകത്ത് കൈകടത്തേണ്ട കാര്യമില്ല. കിച്ചുവിനെ നോക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ എനിക്കിങ്ങനെ പ്രോഗ്രാമിനൊക്കെ അന്നേ താല്പര്യമാണ്, ഇങ്ങനെ എന്തെങ്കിലും അഭിനയിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഒരിടത്തോട്ട് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ആ പുള്ളി ശ്രീകാന്തേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനൊക്കെ കഴിവുള്ളൊരു കുട്ടിയാണ്, എന്തെങ്കിലും വിളിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നെ എവിടെയെങ്കിലും ഒന്ന് ആക്കാമോ എന്ന് ചോദിച്ചാൽ അതിനെന്താന്ന് പറഞ്ഞു. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞ് ഞാൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്താണ് കൊല്ലം സുധി, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു, പുള്ളിക്കാരി ഇല്ല, കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ തീർച്ചയായിട്ടും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചിയല്ലേ എന്നെ പഠിപ്പിച്ചേ, നമ്മൾ അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നതാണ്. അപ്പോൾ യഥാർത്ഥ മനസ്സിൽ തട്ടിയുള്ള സ്നേഹം നമുക്ക് മാത്രമേ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയൂ. ആ ഒരു പാഠം എന്നെ ചേച്ചി പഠിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി ഒന്നും വേണ്ടിയില്ല. ഞാൻ ചെന്നപ്പം അന്ന് കിച്ചു ചെറുതായിരുന്നു, തീരെ ചെറുതാണ്. ചെല്ലുമ്പോൾ സുചേട്ടൻ പ്രോഗ്രാമിന് പോകാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോൾ എന്നെ കണ്ടു, കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ആദ്യം പറഞ്ഞു, ഞാൻ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ ചേട്ടൻ വിട്ടിട്ട് പോയി നോക്കറിയാലോ എന്ന് പറഞ്ഞാൽ. അവന് കുറേ കരച്ചിലൊക്കെ ആയിരുന്നു. അവൻ ചെറുതാണ്, കുഞ്ഞ്, അവനൊന്നും അറിയില്ല, കുഞ്ഞു പൂച്ച. കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാനും അങ്ങ് ടെൻഷനായി, കാരണം ഞാനും ഒന്ന് അത്രേ ഉള്ളൂ, എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ആയിരുന്നു. പിന്നെ ഞാൻ അവനെ കൊണ്ട് നടക്കുകയും കടയിൽ പോയി അങ്ങോട്ട് റോഡിൽ നടത്തുകയും ഒക്കെ ചെയ്ത് രാത്രി ഉറങ്ങത്തില്ല, കരഞ്ഞ് കിടക്കും. ആ കരഞ്ഞ് കിടക്കുമ്പോൾ എനിക്കും സങ്കടം. ഞാൻ പിന്നെ ചേർത്ത് പിടിച്ച്, ഞാൻ എന്തോ പറയുക, എൻ്റെ ആ പ്രായം പോലെ ഞാനൊരു അമ്മയുടെ ഒരു മാതൃസ്നേഹം, ഞാൻ കുഞ്ഞിനെ ഞാൻ പോട്ടും മതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നെഞ്ചിൻ്റെ ചൂട് തട്ടി അന്ന് ഞാൻ ഉറക്കി. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം അപ്പോൾ കിട്ടുന്ന രാവിലെ സുചേട്ടന് പ്രോഗ്രാം കഴിഞ്ഞ് അങ്ങ് ടെൻഷനായി, എന്തായി ഇവൻ എൻ്റെ കൈക്ക് നിൽക്കുമോ എന്തൊക്കെയുള്ള ഇതിൽ പുള്ളി അന്തം വിട്ട് വരും. വന്ന ഉടനെ അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിക്കും, എന്തോ കരയുന്നുണ്ടോ, കുഞ്ഞ് കരയുന്നുണ്ടോ എന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇല്ല ഏട്ടാ. അങ്ങനെ ഫോൺ കൊടുക്കും. പറയും, ഇന്ദു ആൻറ്റിയെ കരയിക്കല്ലേ, ഇന്ദു ആൻറ്റിയുടെ അടുത്ത് നല്ലവണ്ണം നിൽക്കണേ. അച്ഛാ എനിക്ക്. അപ്പം ഇങ്ങനെ ഓരോന്നും പറയും, മേടിച്ചോണ്ട് വരാൻ. എനിക്ക് അങ്ങനെ അച്ഛൻ അത് കൊണ്ടുവരണേ, ഇത് കൊണ്ടുവരണേ എന്നൊക്കെ പറയും. പക്ഷേ സത്യം ഞാൻ പറയാം, സുചേട്ടൻ എനിക്ക് സ്വന്തം ഒരു കൂടപ്പിറപ്പാണ്. ചിലപ്പോൾ സുചേട്ടൻ്റെ അമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ അമ്മ സുചേട്ടനെ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ നല്ലൊരു കൂടപ്പിറപ്പ് ബന്ധമാണ്. കാരണം ആ കുഞ്ഞിനെ നോക്കേണ്ടല്ലോ, അങ്ങനെയാണ് എന്നെ പുള്ളി ഏറ്റെടുത്തത്. പുള്ളി ഒരു രാവിലെ എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ രാവിലെ ചില കുഞ്ഞിനെ നോക്കും. പുള്ളി തന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ ആക്കി വെക്കും. എനിക്ക് കഴിക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. ചെല്ലുമ്പോൾ തന്നെ ചായയിൽ നമ്മൾ സുചേട്ട ചേട്ടൻ കുടിക്കും, ഇല്ല മോൻ കുടിക്കും. കാരണം ഇന്ന് വരെയും ഈ മരണം വരെ എൻ്റെ പേര് പുള്ളി വിളിച്ചിട്ടില്ല. സത്യം ഞാൻ പറയും, വിളിച്ചിട്ടില്ല. മോനെ മോനെ മോനെ. ആ കൊല്ലത്തൊക്കെ ഇങ്ങനെ എൻ്റെ മോനെ മക്കളെ ആ വിളി, അല്ലെ മോൻ കുടിക്കും എന്ന് പറയും. അങ്ങനെ എന്നെ നോക്കി ഒരു കൂടപ്പുറപ്പോലെ എൻ്റെ ബർത്ത്ഡേ വന്നപ്പോഴും എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ദിവസം ഇരുന്നുണ്ട്, ഒരു 3 വർഷം വരെ ഞാൻ അവനെ നോക്കി. ഒരു പ്രാവശ്യം അവന് ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ അവന് അങ്ങ് കരയുമോ, അവന് നിർത്താതെ അങ്ങ് കരയുമോ. എനിക്കും അങ്ങ് സങ്കടമായിപ്പോയി. അന്ന് ആറ്റുകാൽ അമ്പലത്തിൽ ഈ പൊങ്കാല ടൈമിന് അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഗാനമേള, ഈ പരിപാടികളൊക്കെ നടക്കുന്ന ടൈമാണ്. ഞാൻ ഇവനെയും കൊണ്ട് മണക്കാട്ട് മുക്ക് എന്ന് പറയും, ട്രിവാൻഡ്രം മണക്കാട് മുക്കിൻ്റെ അവിടെ സാഗരയുടെ ഗാനമേള, ഞാൻ ഇപ്പോഴും എടുത്തു പറയാം, ട്രിവാൻഡ്രം സാഗരയുടെ ഗാനമേള നടക്കുമ്പോൾ ഞാൻ ഇവനെയും കൊണ്ടുപോയി. ഞാൻ പാട്ടെല്ലാം കേട്ട് അവൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അവന് ഓരോന്നും മേടിച്ച് കൊടുക്കുന്ന ഐസ്ക്രീം മിഠായിയൊക്കെ മേടിച്ച് അത് കഴിച്ച് അത് കഴിയുന്നവരെ അവൻ സുചേട്ടനെ ചോദിച്ചിട്ടേ ഇല്ല. എല്ലാം കഴിഞ്ഞു, വെളുപ്പിനെ 4 മണിയായി, എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് പോകാം. അന്നേരം ചോദിച്ചു, അച്ഛൻ എന്തേ? നമ്മൾ വീടെത്തുമ്പോൾ അച്ഛൻ വരും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞ് ഞാൻ കട്ടൻ ചായക്ക് വെള്ളം വെച്ചപ്പോൾ സുചേട്ടൻ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, സുചേട്ടൻ ഇന്നലെ എന്നിട്ട് കരയിപ്പിച്ച് കളഞ്ഞു, ഞാൻ ഇതണൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ. ഞാൻ അറിഞ്ഞടി നീ വിളിച്ചപ്പോൾ അവിടെ പാട്ടും ബഹളം. അപ്പോൾ എന്നെ സുചേട്ടൻ ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും പോകുമ്പോൾ. എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ട് നിർത്തും. കാരണം ഞാൻ ഇവന് ചെറുതല്ലേ, ഒറ്റയ്ക്ക് നമുക്ക് എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ചേച്ചിയോടൊപ്പം ഞാനങ്ങ് ഉറങ്ങിപ്പോകും. അതിന് ചേച്ചി റെഡി, നിൻ്റെ ഫോൺ അടിക്കാം. അപ്പോൾ സുചേട്ടൻ അവനൊന്ന് ഉറങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ചൂട് പറ്റി വളർത്തിയൊരു മോനാണ്. ശാലിനി അവൻ്റെ അമ്മയാണ്, 100% സത്യമാണ്. അല്ല വേറെ ആരുമല്ല അവൻ്റെ അമ്മ. ഈ ശിഖയല്ല, ഈ വീണയല്ല, ശാലിനി തന്നെയാണ് അവൻ്റെ അമ്മ. പക്ഷേ ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളൂ. പക്ഷെ അവൻ്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ശാലിനി പ്രസവിച്ചെന്ന് കടമ ശാലിനിക്കുള്ളൂ. പക്ഷേ അവൻ്റെ അമ്മ മരിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും ഇനി നിനക്ക് എന്നോട് പറയും, നീ ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട. ഇനിയിപ്പം ഇത് കാണുന്നവർ ചോദിക്കും, നീ ഇത്രയും കാലം എവിടെ ഇരുന്നടി? ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഇരുന്നടി, എനിക്ക് ഇത്രയും നാൾ എന്തോ തിരക്കാത്തേ? അങ്ങനെയല്ല,
ഞാൻ ആ കുഞ്ഞിനെ നോക്കി 3-4 വർഷം കഴിഞ്ഞപ്പോൾ സൂചേട്ടൻ തന്നെ പറഞ്ഞു, കുഞ്ഞെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവുക, കാരണം ഈ കുഞ്ഞ് വളർന്നു വരുന്നു, അവനെ പഠിപ്പിക്കണം. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലിൽ വന്നാൽ പോകണം. അപ്പോൾ എനിക്ക് അവനെ ഉള്ള കാലം ഇപ്പോൾ ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ നീയും വളർന്നു വരുന്നു, നിനക്കും കല്യാണ പ്രായമായിരുന്നു അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ, അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ സുചേട്ടൻ എന്ന് ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സുചേട്ടൻ ആ സത്യം പറയൂ. അല്ലെ ചങ്ക് പറിച്ചു കൊണ്ടുപോകും. അറിയാലോ, ഒരു 4 വയസ്സ് വരെ നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളന അത് നമ്മളാരും പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവൻ അടക്കി വളർത്തി. അവൻ പോകുന്നതിൻ്റെ അന്ന് സ്ഥാനമൊക്കെ മാറ്റിയിട്ട് സുചേട്ടൻ പൊട്ടിക്കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് സുചേട്ടൻ പറഞ്ഞ്, എടാ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി സുചേട്ടൻ പോയി സന്തോഷമായിട്ട് വന്നു പറഞ്ഞ് ഞാൻ അവരെ യാത്ര അയച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ചേച്ചിയോട്, കാരണം ചേച്ചി പറഞ്ഞ് മോനെ പോട്ടെ, ആരും നമുക്ക് സ്വന്തമല്ല, നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ വിട്ടു പോകുന്നില്ലേ, നമ്മൾ സഹിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ സഹിക്കണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്നത്, തിരുവല്ലയിലോട്ട് വരുന്നത്. തിരുവല്ലയിലോട്ട് വന്നു നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയണം. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരടി എന്താടി എന്നൊക്കെ ചോദിക്കുമെങ്കിൽ നമ്മളെന്താണ് ഹിന്ദു തിരുവല്ലയുടെ അടുത്ത് എത്താൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട പോസ്റ്റിൻ്റെ അടിയിൽ ഇത് കമൻറ്റായിട്ട് വന്നിരുന്നു, ഈ കുട്ടീനെ ഇത്ര വർഷം നോക്കിയത് ഇപ്പോഴത്തെ തിരുവല്ലയിൽ താമസിക്കുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ താങ്കളെ അന്വേഷിച്ചു വന്നത്. അല്ലാതെ നിങ്ങൾ നമ്മളെ അന്വേഷിച്ചു വന്നല്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി. തീർച്ചയായിട്ടും ഞാനിന്ന് രാവിലെ നിങ്ങൾ കോൾ വിളിച്ചപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങനെ ഒരു മീഡിയ വരുന്നു, ഞങ്ങൾ അങ്ങോട്ട് പോരട്ടെ ചേച്ചി പറയുന്നെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. താജിക ഇട്ട ആ പോസ്റ്റ് ഒത്തിരി പേര് ഈ യൂട്യൂബർ എടുത്ത് കാണിക്കുമായിരുന്നു. ഇങ്ങനെ തിരുവല്ലയിലെ ഒരു പുള്ളിക്കാരിയാണ് നോക്കിയത്. ഒരു ചേച്ചി തന്നെ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ചേച്ചിയാണ് അനിയത്തിയാണെന്ന് അറിയില്ല, ക്ഷമിക്കണം കേട്ടോ, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഒരു ലേഡി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഇങ്ങനെ തിരുവല്ലയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്, പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ഒരു ആർട്ടിസ്റ്റാണ്, പക്ഷേ പുള്ളിക്കാരി ആരും വെളിയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അത് പോട്ടെ, എന്നാലും കുഞ്ഞിനെ നോക്കിയല്ലോ എന്ന് അവർ പറഞ്ഞു. ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ പുള്ളിക്കാരി പറഞ്ഞ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ നോക്കാൻ സാഹചര്യം ശാലിനി പോയി മറ്റൊരാളുടെ കൂടെ പോയതിന് ശേഷമാണല്ലോ. ശാലിനി പോയതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലാതെ വന്നപ്പം ഈ സുധിചേട്ടൻ പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുപോകുന്നതും ഈ പ്രോഗ്രാമിന് മുമ്പ് ഓരോരുത്തരും ഈ കുഞ്ഞിനെ നോക്കുന്നതും ഈ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്ത് കയറ് കെട്ടിയിട്ട് തൊട്ടിക്കെട്ടി ആട്ടി ഉറക്കിയ ഈ കലാകാരന്മാരുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്നത്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ചിലപ്പോൾ നമ്മൾ 1-2 ആളുടെ പേര് വിട്ട് പോയാൽ അത് പിന്നെ അത് ഇതായിപ്പോൾ. അത് ഈ കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമുക്കാൽ അറിയപ്പെടുന്ന ഭയങ്കരമായിട്ടുള്ള കലാകാരന്മാർ ഈ കുഞ്ഞിനെ നല്ലവണ്ണം ലാളിച്ച് അവർ തൊട്ടിലാട്ടി അവനെ വളർത്തിയ കലാകാരന്മാരിന്ന് ഞങ്ങളുടെ ഇന്നും ജീവിച്ചിരിക്കൊണ്ട് ഇന്നും അവനെ കാണാനും അവനെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ സുചേട്ടനോട് ഞാൻ ചോദിച്ചു, സുചേട്ടാ എന്തോ സംഭവിച്ചേ, ഞാൻ നിൻ്റെ കൂടെ പുറപ്പാണ്, ഞാൻ അങ്ങനെ നിന്നെ കണ്ടിട്ടുള്ളൂ, എനിക്ക് അങ്ങനെ നിന്നെ കാണാൻ പറ്റും, എന്താണ് കാര്യം എനിക്കറിയില്ല കുഞ്ഞെ, അവൾ പോയി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ എൻ്റെ സൈഡിൽ നിന്ന് ചേട്ടൻ എന്ത് വേണം, ഒന്ന് സംസാരിക്കാമോ, ഞാൻ ഇന്ദുവിൻ്റെ കാല് പിടിക്കാം. ഇന്ന് പുള്ളി മരിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ ജീവനോടെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞിട്ട് ഇന്ദുവിൻ്റെ കാല് ഞാൻ പിടിക്കാം, എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം ശാലിനി ഒന്ന് കാണാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോ വിളിച്ച് കണക്ക് ഒരു പെരുമഴ, ഈ മഴ നനഞ്ഞ് ഞാൻ ഓട്ടോ വിളിച്ച് ചെല്ലുമ്പോൾ പുള്ളിക്കാരി അന്ന് ഡോറ് തുറക്കും. ഞാൻ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് ഡോറ് തുറക്കും. നൈറ്റ് ഒക്കെ ഇട്ട് നല്ല പുള്ളിക്കാരിയെ കാണാൻ നല്ല ലുക്കൊക്കെയാണ്, നല്ല വെളുത്തിട്ട് നീളം കുറവാണ്, നല്ല ചുരുണ്ട മുടിയൊക്കെയാണ്, നല്ല സുന്ദരിയാണ് കാണാനൊക്കെ. ഞാൻ അന്നേരം ഓർത്തു പുള്ളിക്കാരി എന്തുകൊണ്ടായിരിക്കും പോയെന്ന് എനിക്കറിയില്ല. ഇനി ഇവരുടെ ജീവിതം നമ്മളത് ഞാൻ ഇന്ന് വരെ സുചേട്ടനോട് എന്ത് കൊണ്ടുപോയി എന്ന് ചോദിക്കാൻ പോയിട്ടില്ല, കാരണം അത് അവരുടെ ഫാമിലി മാറ്റർ. നമ്മളിപ്പോൾ ചെന്ന് ഒരു സഹായം ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാം, പോയി നോക്കാം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യ എന്തിനു പോയി, നിങ്ങൾ എന്ത് കാര്യത്തിന് പോയി, ഒന്നും ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ശാലിനി എനിക്ക് ഒന്ന് ശാലിനിയോട് സംസാരിക്കണം പറഞ്ഞു. വാ ഇന്ദു ഇരിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഇരുന്നു. ഞാൻ ചെന്ന് എനിക്ക് ചായയൊക്കെ തന്നു. പുള്ളി മാനേഴ്സൊക്കെ എന്നോട് കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ സുചേട്ടൻ്റെ കാര്യം പറയാനാണ് വന്നത്, എനിക്ക് ഇന്ദുവിനോടൊന്നും പറയാനില്ല, ഇന്ദുവിന് പോകാം. പുള്ളി ഡോറ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു, അടച്ച ഡോറ് പുള്ളി എനിക്ക് ചായയും തന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഡോറ് തുറന്നിട്ട് പറഞ്ഞു ഇന്ദുവിന് പോകാം. നമ്മൾ ശാലിനി, നീ ഒരമ്മ, നിൻ്റെ മകനാണ്, നീ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ തങ്ങളിൽ എന്ത് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് ചോദിക്കാനും ഞാൻ ആളല്ല, നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, ഇന്ദുവിന് വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ, എൻ്റെ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഇന്ദുവിനെ ചോദിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനെപ്പറ്റി ചോദിക്കാനില്ല. അപ്പം സുചേട്ടൻ്റെ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ഇന്ദുവിനോടൊന്നും പറയാനില്ല, എനിക്ക് ഇന്ദുവിനോട് പിണക്കവുമില്ല. എനിക്ക് അവളെ നമ്പർ തന്നു. ഞാൻ എന്നിട്ട് 3-4 പ്രാവശ്യം ഞാൻ അവളെ കോൺടാക്ട് ചെയ്ത് ഞാൻ അവളെ കാണാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ അവൾ എന്നോട് പറഞ്ഞു, സുചേട്ടൻ്റെ കാര്യം പറഞ്ഞാണെങ്കിൽ ഇന്ദുവിൻ്റെ അടുത്തോട്ട് കയറാം. സുചേട്ടൻ്റെ കാര്യം പറഞ്ഞു, കുഞ്ഞിൻ്റെ. അപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞു, കുഞ്ഞ് സുചേട്ടൻ്റെ എൻ്റെ മാത്രം കുഞ്ഞല്ലല്ലോ, കുഞ്ഞ് സുചേട്ടൻ്റെയും കുഞ്ഞാണ്, സുചേട്ടൻ നോക്കിക്കോട്ടെ, എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ പോകുന്നു. അങ്ങനെ പുള്ളിക്കാരി ആ ഡാൻസുകാരൻ ചെറുക്കൻ്റെ കൂടെ പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. മനുഷ്യനാണ്, നാളെ ആരുടെ ജീവിതം എന്തും സംഭവിക്കാം, ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളായിട്ട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അന്ന് അവൻ്റെ അമ്മ ഒരു സീരിയൽ നടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അത്യാവശ്യം ഫേമസ് ഒരു നടിയാണ് ഈ പുള്ളിക്കാരൻ്റെ അമ്മ, അന്ന് സീരിയലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. ഞാൻ അവരോട് ചോദിച്ചു, അമ്മയ്ക്ക് ഇതിനകത്തൊന്നും പറയാനില്ല എന്ന് ചോദിച്ചു. ഞാൻ ആ അമ്മയുടെ കൂടെ വരെ സംസാരിച്ചതാണ്. അമ്മയ്ക്ക് ഇതിനകത്തൊന്നും പറയാനില്ല, എനിക്കിതിനകത്തൊന്നും പറയാനില്ല കുഞ്ഞ്, കാരണം അവരുടെ ജീവിതം അവർ തീരുമാനിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ തിരിച്ച് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ശാലിനി തിരുവനന്തപുരം സ്വദേശിയായിരുന്നു? അല്ല, ശാലിനി അത് തൃശ്ശൂരോ അങ്ങോട്ട് ദൂരം ഉള്ളൊരു കുട്ടിയാണ്. കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി തിരുവനന്തപുരത്ത് എങ്ങനെ വരുന്നത്?
സുചേട്ടൻ തിരുവനന്തപുരത്ത് എങ്ങനെ വരുന്നത്, ഈ പ്രോഗ്രാം ഭാഗമായിട്ട് പുള്ളി ട്രിവാൻഡ്രത്ത് വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോഗ്രാം മോലാളി അതിൻ്റെ നടത്തുന്ന ആൾ പുള്ളിക്ക് ട്രിവാൻഡ്രത്ത് വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. അല്ല സോറി, മലയൻകീഴ്. തിരുമലയല്ല, മലയൻകീഴ്. മലയൻകീഴ് എന്ന് പറയും, പാപ്പനംകോട് മലയൻകീഴ് എന്ന് പറയും. അങ്ങനെ മലയം എന്ന് പറയുന്ന സ്ഥലത്ത്, മലയൻകീഴും അല്ല, മലയം എന്ന് പറയുന്ന സ്ഥലത്താണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മലയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാടകയ്ക്ക് എടുത്ത് ഇവർ താമസിക്കുന്നത്. ആ ടൈമിനാണ് കുഞ്ഞിനെ എന്നോട് നോക്കാവോ എന്ന് ചോദിക്കുന്നത്. സുചേട്ടനും മകനും മാത്രമുള്ള അന്ന് സുചേട്ടനും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് സുചേട്ടൻ്റെ ഏതാണ്ട് ബന്ധക്കാരൊക്കെ വന്നിട്ട് പോകുമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പോയി നോക്കിയിട്ട് ഞാനിങ്ങനെ പോയി. പിന്നെ ഈ ചേട്ടൻ പ്രോഗ്രാം ഉള്ളപ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അവൻ അങ്ങ് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് സുചേട്ടൻ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ സുചേട്ടനെ പിന്നെ കാണുന്നത്, ഞാനൊരു ദിവസം സുചേട്ടനെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞേടി, ഞാൻ ഒത്തിരി നാളെ എൻ്റെ പെങ്ങളെ കുട്ടികളൊന്ന് കണ്ടിട്ട് ഞാനൊന്ന് വിരട്ടേടി അങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ സുചേട്ടൻ എൻ്റെ ഈ വീട്ടിൽ വരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് 3 ദിവസം നിൽക്കണം. 3 ദിവസം നിന്ന് 3-ാമത്തെ ദിവസം പോകാൻ നേരത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ്, അളിയനെ കിട്ടാനല്ല ഏറ്റവും നല്ലൊരാളാണ്, ഒരിക്കലും അളിയൻ എൻ്റെ പെങ്ങളെ കണ്ണ് നിറയ്ക്കരുത്, അവൾ അച്ഛനും ഇല്ലാതെ വളർന്നൊരു കുട്ടിയാണ്, അവിടെ ഒരിക്കലും അവളെ വേദനിപ്പിക്കല്ലേ, എനിക്ക് അത് മാത്രമേ എനിക്ക് അളിയനോട് പറയാനുള്ളൂ, എനിക്കൊന്നും തരാനില്ല, എൻ്റെ പെങ്ങളോ കെട്ടിയെന്നുള്ളതിൽ എനിക്ക് അളിയനോട് എനിക്ക് പറയാനുള്ളെന്ന് പറഞ്ഞു. പോകാൻ നേരത്തെ എന്നെ പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനാ സുചേട്ടാ കരയുന്നത്, എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ വരാമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സുചേട്ടനെ ഞങ്ങൾ ഈ 4 വർഷം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വരണമെന്നില്ല. ഒരു അമ്മ എല്ലാവരും ചോദിക്കും, അതൊക്കെ ചുമ്മാതാന്ന്. സത്യസന്ധമായിട്ട് പറയാം, ഹൃദയത്തിൽ തട്ടിയാ പറയുന്നത്. എല്ലാവരും ഓർക്കും ഒരാണും ഒരു പെണ്ണും മിണ്ടിയാൽ, അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും ഒരു വീട്ടിൽ നിന്നാൽ മോശമാണെന്നല്ല. ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് ഒരു കൂടപ്പുറ പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാം. പക്ഷെ നമ്മളും ആ സ്നേഹം ആത്മാർത്ഥമായിരിക്കണം, സഹോദര സ്നേഹം. മനസ്സിലായില്ലേ? അങ്ങനെ അത്ര നല്ലത്. എൻ്റെ വിശ്വാസമില്ല. എൻ്റെ വീട്ടിൽ ചോദിച്ചാൽ എൻ്റെ അമ്മാമ്മയ്ക്കാണ് ഭക്ഷണം വെച്ചാൽ, എനിക്ക് ഇപ്പോഴും പാചകമൊന്നും അറിയില്ല. അമ്മാമ്മ എല്ലാമൊക്കെ വെക്കുന്നതും കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛനമ്മയും കണ്ടില്ല. അതായത് അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനമ്മയാണ്, എനിക്ക് അച്ഛനമ്മയില്ല. അപ്പോൾ അവർ നിങ്ങൾ വന്നപ്പോൾ കണ്ടല്ലോ അവരുടെ സഹകരണം എങ്ങനെയാണ്. സാധാരണ ഒരു അമ്മയപ്പനെ പോലെയാണോ? അല്ല. നിങ്ങൾ വന്നപ്പോൾ അവരൊന്ന് എത്തി ഒളിഞ്ഞ് നോക്കിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവർക്ക് എന്നെ അറിയാം. അവരുടെ മകൻ്റെ കൂടെ ഞാൻ വന്നെങ്കിലും ഞാൻ ഇന്നൊരു വ്യക്തി ആരാണെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാം. ഈ താജിക്ക ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇട്ട് തരുന്നു. അന്നേരം വീഡിയോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ, താജിക്ക എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കാണാം, അതിനുള്ള ഇടം ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു തീരുമ്പോൾ താജിക്ക തന്നെ അവന് നമ്പർ കൊടുത്തു. അവൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ താജിക്കയോട് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് അവനൊന്നും തരണ്ട, എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ താജിക്ക എന്നോട് ചോദിച്ച്, ആ കുഞ്ഞിനെ ഇന്ദുവിനെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തയ്യാറാണ്. എൻ്റെ വീട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒരു മുറി താമസിക്കുന്ന ആളാണ്, എനിക്ക് പറയാൻ ഒരു നാണക്കേടുമില്ല. പക്ഷെ ആ ഒരു മുറിയിലാണെങ്കിലും എനിക്ക് തരാമെങ്കിൽ ഞാൻ 2 കൈ നീട്ടം സ്വീകരിക്കും. എന്നിട്ട് എൻ്റെ അമ്മായിയമ്മയോടും എൻ്റെ അമ്മായിയപ്പനോടും പറഞ്ഞ വാക്ക് തമാശയ്ക്കാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നേച്ച് ഞാൻ ചോദിച്ചില്ലേ, ഞാൻ ചോദിച്ച, അമ്മേ അച്ഛാ, അപ്പോൾ ഒരു കൊച്ചുമോനായിട്ട് അവനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മായിയമ്മ പറഞ്ഞതാണ്, ആര് വന്നാലും ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഇതിൽ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, നിൽക്കാം, പോകാം. ഏതെങ്കിലും ഒരു വീട്ടിലൊരു അമ്മായിയമ്മ ഒരു അമ്മായിയപ്പന ഒരാളിൻ്റെ മകനെ ഏറ്റെടുക്കാമെന്ന് പറയുമോ? ഇല്ല. ഇപ്പോഴും നിങ്ങളുടെ മുന്നേ ഞങ്ങളുടെ അമ്മ അത് പറഞ്ഞപ്പോൾ ചിരിച്ചല്ലേ ഉള്ളൂ, വേണ്ടാന്ന് പറഞ്ഞു. അതിനുള്ള ആവശ്യം എന്താന്ന് ചോദിച്ചോ? ഇല്ല. അതാണ് എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അമ്മായിയപ്പന. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചാൽ, ഈ 3 വർഷത്തിന് ശേഷം, അതായത് 3 വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷം അവർ തിരിച്ചുപോയി, പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നിരുന്നത്, പിന്നീട് അദ്ദേഹത്തിനെ കാണുന്നത് പിന്നെ ഞാൻ സുചേട്ടനെ കാണുന്നത് ഏഷ്യാനെറ്റിൽ സീസൺ 1 കോമഡി സ്റ്റാർസിൽ സുചേട്ടൻ അതിൽ പങ്കെടുക്കുമായിരുന്നു. അന്ന് നെൽസൺ ചേട്ടൻ, വിനോടിമാലി ചേട്ടൻ, നരിയാപുരം വേണുചേട്ടൻ, അങ്ങനെ ഒത്തിരി വലിയ കലാകാരന്മാരെന്നുണ്ട്. അപ്പം അന്ന് സുചേട്ടനും അതിലുണ്ട്, വെള്ളി ബിനുചേട്ടൻ. അങ്ങനെ ഇരിക്കുക നമ്മുടെ മനോജ് ഗിന്നസൻ എന്ന് പറഞ്ഞ ചേട്ടായിയോട്, നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ഫേമസ് ആ പുള്ളിക്കാരൻ. മനോജ് ചേട്ടൻ്റെ ട്രൂപ്പിലെ ഒരു ഷൈജു എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, കോഴിക്കോടുകാരൻ. അപ്പോൾ ഷൈജു എന്നോട് പറഞ്ഞ്, ഇന്ദു ഒന്ന് ട്രൈ ചെയ്തേ, ഇങ്ങനെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് 1-2 പേരുണ്ട്, ഞാൻ ഇന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് കോൺടാക്ട് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തു. ഞാൻ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ പെട്ടെന്ന് പോരെ, ഫീമെയിൽ വേണം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സുചേട്ടൻ വരുന്നു. അപ്പോൾ സുചേട്ടൻ ഒരാളിങ്ങനെ തോളി ചേർത്ത് ഇങ്ങനെ കൈയോടെ ചേർത്ത് കൊണ്ടുവരുവാണ്. അപ്പോൾ ഞാൻ ഓർത്തിനി നമ്മളൊക്കെ പോലെ ദത്ത് വല്ല പെങ്ങളൊക്കെ ആയിരിക്കും, കാരണം ആ കൊച്ചന്ന് ഇച്ചിരി ഉള്ളൊരു അത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഇരിക്കുന്നു, എൻ്റെ പെങ്ങളോട്ട് ഇരിക്കുവാണല്ലോ, എടി ഇതെൻ്റെ വൈഫ്, പേര് വീണ ശിഖ. അപ്പോൾ വീണ ശിഖ. അപ്പോൾ ഞാൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ വീണതാണോ? അതാണ്ടല്ല, വീണ അല്ല, പേര് ശിഖ എന്നാണ്, വീണ എന്നും പേരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ പരിചയപ്പെടുത്തി. അന്ന് തൊട്ട് ഞാനും അവളും എന്നും സുചേട്ടനോട് ചാനലിൽ വരുമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങ് പുള്ളിയോട് പോകുന്നതിന് ശേഷം പിന്നെ ഞാൻ ആരായിട്ടും വലിയ കോണ്ടാക്ട് ഇല്ല, കാരണം നമുക്ക് നമ്മുടെ ജീവിതമാണല്ലോ എന്നുള്ളതിൽ ഞാൻ ജീവിക്കുന്ന. ഇല്ല വന്നിട്ടില്ല, കാരണം നമുക്ക് പറയാനില്ല, എൻ്റെ കല്യാണമായിട്ടല്ലായിരുന്നു, എൻ്റെ അവസ്ഥ അറിഞ്ഞു എന്നെ കൊണ്ടുവന്നത്. കാരണം എനിക്ക് അച്ഛനും അമ്മയില്ല, എൻ്റെ വീട്ടിലെ ആ സാഹചര്യങ്ങൾ അറിഞ്ഞു.
അങ്ങനെ തന്നൊരു ജീവിതം. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല. 15 വർഷം കൊണ്ട് ഞാൻ പുള്ളിയുടെ ഇതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അവരുടെ അച്ഛനമ്മയും കാണാൻ പറയില്ല ഞാൻ എത്രമാത്രം ഹാപ്പിയാണെന്ന്. സാധാരണ ഒരു അമ്മയെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കറിയില്ല വീട്ടിലുണ്ടാകുന്ന ഹാപ്പി എത്രയെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു അമ്മയുടെ കുറവോ ഒരു അച്ഛൻ്റെ കുറവോ ഒരു അനിയൻ്റെ കുറവോ ഒന്നും വെച്ചിട്ടില്ല. പുള്ളിയെ കൊണ്ട് കഴിയുന്ന രീതിക്ക് എന്നെ നല്ല പോലെ ഇന്നും നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സുചേട്ടനെ ഏഷ്യാനെറ്റ് വെച്ച് കണ്ടു. പിന്നെ ഞാൻ ശരിയായിട്ട് കൂട്ടാവുന്നു. അത് കഴിഞ്ഞു ഈ ഏഷ്യാനെറ്റിൽ ഒരു 2-3 വർഷം കഴിഞ്ഞു വീണ്ടും എല്ലാവരും 4 വഴിക്കായി. പിന്നെ ഞാൻ സുചേട്ടനെ കാണുന്നത് ഫ്ലവേഴ്സിൽ അവരോട് പ്രോഗ്രാം ഉണ്ടായിരുന്നു, കോമഡി എന്താണ് ആ ഒരു പ്രോഗ്രാം വന്നപ്പോഴാണ് ഞാൻ വീണ്ടും സുചേട്ടൻ ആ ചാനലിൽ കൂടെ കാണുന്നു. പിന്നെ ഞാൻ നേരിട്ട് ഒരു ബന്ധമില്ല പുള്ളിയായിട്ട്. അന്നേരം ഞാൻ ചേട്ടായോട് പറഞ്ഞു, ആ സുചേട്ടൻ വീണ്ടും ചാനലിൽ വന്നു തുടങ്ങി. പുള്ളിയെ വിളിക്കുക ഒന്നുമില്ല, ഒരു കോൺടാക്റ്റും ഇല്ല. പിന്നെ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഏഷ്യാനെറ്റിൽ നിന്ന് വിട്ടതിന് ശേഷം പുള്ളിയായിട്ട് എനിക്ക് ഏതൊരു ബന്ധമില്ല, പുള്ളിയായിട്ട് ഏതൊരു കോൺടാക്റ്റും ഇല്ല. എന്നെ വിളിക്കാറില്ല, ഞാൻ സുചേട്ടനെ വിളിക്കാറില്ല. പിന്നെ ഈ കല്യാണം കഴിഞ്ഞൊന്നും എനിക്കറിയത്തില്ല, രേണു സുധുവിന് ഒന്നും എനിക്കറിയില്ല. എന്നോട് ചേട്ടായി പറഞ്ഞു ഇങ്ങനെ സുധി മരിച്ചു പോയെന്ന് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നു, അങ്ങനെ വാർത്ത വെച്ചപ്പോൾ ശരിയാ. അങ്ങനെ ഞാൻ സുചേട്ടൻ്റെ അടക്കം കാണാൻ കോട്ടയത്തിന് പോകുന്നത്. അന്ന് എനിക്ക് നല്ല പനിയാന്ന് പറഞ്ഞാൽ ഞാൻ വിറയ്ക്കുമായിരുന്നു. ഞങ്ങളുടെ അമ്മാമ്മയുണ്ട്, ഞാൻ കാണിക്കാം. എൻ്റെ അമ്മാമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മാമ്മ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അമ്മാമ്മ എന്നെയും കൊണ്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ കാണുന്നു. അപ്പോൾ കാണുമ്പോൾ നമ്മുടെ പാലാ ജോബി ചേട്ടൻ അറിയപ്പെടുന്നൊരു കലാകാരന്, പാലാ ജോബി ചേട്ടനും സ്റ്റാൻലി ചേട്ടനും കൂടെ വന്നു എന്നെ കൊണ്ടുപോയി. രണ്ടുപേരും, എനിക്ക് നല്ല പനിയാണ്, കാരണം നല്ല ഇടിയും തിരക്കാണ്. രണ്ടാളും കൂടെ കൊണ്ട് എന്നെ കാണിക്കുന്നു. തിരിച്ച് വെളിയിൽ വന്നു. കുറച്ച് നേരം ഞാൻ വെളിയിൽ നിന്നിട്ട് പനിയായിട്ട് ഞാൻ അന്നേരം തന്നെ തിരിച്ച് പോരുമായിരുന്നു. അന്ന് ഈ വാർത്തയെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ സത്യം പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സിൽ പോലെ രേണുവിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ അത് അങ്ങനെ ചാനലിൽ ഞാൻ ഒത്തിരി കാണാറില്ല. ചോദിക്കും വല്ലാതെ. കാരണം എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ കാണുന്നത് പുള്ളി വന്നു കഴിഞ്ഞാൽ ഒന്ന് സവാരി, പുള്ളി അതിൻ്റെ ആളാണ്. സവാരി ചാനലാണ് മെയിൻ. രണ്ടാമത് ന്യൂസ്. ഈ രണ്ടുമാണ് ഞങ്ങളുടെ വീട്ടിൽ മെയിനായിട്ട് വെക്കുന്നത്. അങ്ങോട്ടും മാറുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടത്തിന് വെച്ച് കാണുന്നത്. പിന്നെ എൻ്റെ എന്തെങ്കിലും പ്രോഗ്രാം വരുവാണെങ്കിൽ അത് കാണും. പിന്നെ ഇപ്പം ഞാൻ കോമഡിയോ അല്ലെങ്കിൽ സിനിമ ചെയ്തതിൻ്റെതോ അല്ലെങ്കിൽ സീരിയലിൻ്റെതൊക്കെ ആ സീനൊക്കെ വരുന്നെങ്കിൽ ആ ഒരു സീന് മാത്രം അത് കാണും. പിന്നെ അതങ്ങ് മാറ്റും. അങ്ങനെ എൻ്റെ ഒരു പ്രോഗ്രാം കാണും. പിന്നെ പുള്ളി ഇപ്പോൾ കാണും ഒരു ഇരിച്ചിരി ബമ്പർ ചിരിയൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ കാണും. അല്ലാതെ ഒന്നും ഞങ്ങളവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്നത് ഞങ്ങൾ ന്യൂസ് തന്നെയാണ്. അതിലാണെങ്കിൽ നമ്മൾ ഓരോന്നും അറിയുന്നത് നമ്മൾ. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് സുചേട്ടനെ കാണുന്നത്, സുചേട്ടനെ മൂടി പറഞ്ഞു, സുചേട്ടൻ്റെ ശരീരം മാത്രം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എനിക്കൊന്നും വന്ന് ആരോടൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്പോൾ സുധിച്ചേട്ടന്റെ ഒരു സഹോദരി തന്നെയാണ് താങ്കൾ? തീർച്ചയായിട്ടും സഹോദരി തന്നെയല്ല, സഹോദരിയാണ്. അത് ശിഖയ്ക്കറിയാം, അവളോട് ചോദിച്ചാൽ മതി. ശിഖയ്ക്കറിയാം ഞാൻ ആരാന്ന്. ശിഖയോട് ചോദിച്ചാൽ, ഇന്ന് ശാലിനിയും ജീവിച്ചിരിക്കില്ല, ശാലിനിയോട് ചോദിച്ചാൽ ശാലിനിയും പറയും ഞാൻ ആരാണെന്ന് സുചേട്ടന്. പിന്നെ അപ്പോൾ ചോദിക്കും രേണുവിനെ എനിക്കറിയത്തില്ല. രേണുവിനെ സത്യം ഞാൻ ഇപ്പോഴും പറയും, ഈ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ഓരോ കാണിക്കുന്ന പ്രോഗ്രാം ഞാൻ കാണുന്നതല്ലാതെ എനിക്ക് രേണു സുധിയെ നേരിട്ട് അറിയില്ല. നേരിട്ട് ഞാൻ രേണു സുധിയെ കണ്ടിട്ട് പോലുമില്ല. അത് പക്ഷേ ശാലിനിയും ശിഖയും ഞാൻ ഇങ്ങനെ നേർക്ക് നിന്ന് സംസാരിച്ച് ഒരു വീട്ടിൽ നിന്നിട്ടുള്ള വ്യക്തികളാണ് ശാലിനിയും ഞാനും ശിഖയും. ഞങ്ങൾ ഒരു വീട്ടിൽ ചേച്ചി ബിന്ദു എന്ന് പറഞ്ഞ ആള് വീണ ശിഖ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓർക്ക് ശിഖ ആരാന്ന്. അത് സുചേട്ടൻ്റെ രണ്ടാം വൈഫ്, അവളുടെ പേര് വീണ എന്നാണ്. പക്ഷേ എനിക്ക് അറിയാന്നുള്ള ശിഖ, അതുകൊണ്ടാണ് ഞാൻ ശിഖ എന്ന് വിളിക്കുന്നത്. അവളെ ശരിക്കുള്ള പേര് വീണ എന്നാണ്. അവളെ വീട്ടിൽ വിളിക്കുന്ന ശിഖ എന്നാണ്. വീണയ്ക്ക് ഞാൻ സുചേട്ടൻ്റെ പെങ്ങളാണെന്നറിയാം, നല്ലോണം അറിയാം. ഇന്നലെ അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ടായപ്പോൾ. വീണയും താജിക്കയും ഞാനും സംസാരിക്കുമായിരുന്നു ഫോണിൽ കൂടെ. അപ്പോൾ ഇങ്ങനെ അവൾ പറഞ്ഞു, ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു ചേച്ചി, ഞാൻ വീട്ടിൽ വരുമ്പോഴും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാനും ഇപ്പോൾ ഈ ചാനൽ ഈ സംഭവം തുടങ്ങിയ ശേഷം ഞാനത് ഓർക്കുമായിരുന്നു. ഞാൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നടന്നതും കുഞ്ഞ് കരഞ്ഞപ്പോഴും കുഞ്ഞിനെ ഞാൻ എടുത്തതും എൻ്റെ നെഞ്ചോട് ചേർത്ത് ചൂട് കൊടുത്താണ് ഓർക്കിയതും. സുചേട്ടൻ ലാസ്റ്റ് ഞാൻ പോകാൻ മോനെ കൊല്ലത്ത് വീട് മാറി പോകുമ്പോഴും ഇന്നലത്തെ പോലെ എൻ്റെ കണ്ണീരിപ്പുണ്ട്. സ്വന്തം മോനെ പോലെ തന്നെ നോക്കി. തീർച്ചയായിട്ടും അത് സുചേട്ടൻ ജീവിച്ചിരുന്നാൽ മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കുറവ് പോലും ഇല്ലാതെ. അവനൊരു കുറവും ഞാനായിട്ട് വെച്ചിട്ടില്ല. കാരണം അവനൊരു കുറവ് എന്തായാലും സുചേട്ടൻ വെച്ചിട്ടില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം സുചേട്ടൻ മേടിച്ച് വെക്കുന്നുണ്ട്. എനിക്കെന്തോ അതൊന്ന് കൊടുത്താൽ മതി. വീണയടക്കം നമ്മളോട് അഭിമുഖത്തിൽ നമ്മളായിട്ട് അഭിമുഖം ചെയ്തിരുന്ന അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മദ്യപിക്കുമായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ കുട്ടിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും സുചേട്ടൻ മദ്യപിക്കുമെന്ന് ചോദിച്ചാൽ അതിൽ സപ്പോർട്ടാണ്. ഞാനും പറയും സുചേട്ടൻ മദ്യപിക്കും, നല്ല രീതിയിൽ സുചേട്ടൻ മദ്യപിക്കും. സുചേട്ടനെ കഴിക്കാനൊന്നും കിട്ടിയില്ലല്ലോ, സുചേട്ടൻ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ പുള്ളി കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു കുറവെന്ന് പറഞ്ഞാൽ അവൻ എന്ത് വേണം അവന് വേണ്ടി തന്നെയാണ് സുചേട്ടൻ ജീവിച്ചത്. ഞാൻ പറയാം, കിച്ചുവിന് വേണ്ടി മാത്രമായിരുന്നു സുചേട്ടൻ്റെ ജീവിതം. വേറെ ഒന്നും സുചേട്ടൻ തിരിഞ്ഞും പിരിഞ്ഞും സുചേട്ടൻ്റെ ഒരു ജീവിതവും സുചേട്ടനെ പറ്റി ഒന്നും സുചേട്ടൻ ചിന്തിച്ചിട്ടില്ല. കിച്ചു എന്നൊരു മകന് വേണ്ടി അവൻ എന്താണ് പറയുന്നത് അതാണ് അവിടെ. അച്ഛൻ എനിക്ക് ഇന്നത് വേണം. പുള്ളി ഒരു മിനിറ്റ് പോലും താമസിക്കില്ല. പുള്ളി അത് സാധിച്ചു കൊടുത്തിരിക്കും. ആ സമയം തന്നെ പുള്ളി അത് സാധിച്ചു കൊടുത്തിരിക്കും. അത് അത്രയ്ക്കും കിച്ചു എന്ന് പറഞ്ഞാൽ സുചേട്ടൻ്റെ ഹൃദയമാണ്. സുചേട്ടൻ്റെ ഹൃദയം സുചേട്ടൻ പറിച്ചറിഞ്ഞിട്ടാണ് സുചേട്ടൻ പോയത്. ഇന്നും ഏറ്റവും കൂടുതൽ ചിലപ്പോൾ സുചേട്ടൻ്റെ ആത്മാവ് വേദനിക്കുന്നതും കിച്ചുവിനോർത്തായിരിക്കും. കാരണം ഇന്ന് അവന് അമ്മയില്ല, അച്ഛനില്ല. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി ആയാലും അവന് സ്നേഹമായിട്ട് ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഒന്ന് നെഞ്ചോടെ അടക്കുന്നത്. എപ്പോഴും പറയും എൻ്റെ സുചേട്ടൻ്റെ മോനെ, എൻ്റെ മൂത്ത മോനാണ്. എനിക്ക് വേണമെങ്കിൽ ആരോടും പറയാം എൻ്റെ മൂത്ത മോനാണ്. പക്ഷെ മൂത്ത മോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മോൻ വളർന്ന് വരുന്ന കാലഘട്ടം അവരറിയണം. കൊച്ചിപ്പോൾ 5-ലോ 6-ലോ ആയ സമയത്ത് ചെന്ന് കെട്ടിയിട്ട് ഇതെൻ്റെ മോനാന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവനെ വളർത്തേണ്ട രീതി. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളിക്കാരിക്കായാലും കൂടെ നിർത്തിയിട്ട്, ഇപ്പം ഞാൻ ആക്ഷേപിക്കുന്നില്ല, എനിക്ക് ഇതിനെ കമൻറ്റ് വരുമായിരിക്കും, എന്നാലും ഞാൻ പറയേണ്ട കാര്യം പറയാം. എന്തായാലും ഈ കുട്ടിക്കും അവരുടെ ആ കുട്ടിക്കും വേണ്ടിയിട്ടാണല്ലോ അവർ വീട് വെച്ച് കൊടുത്തത്. അപ്പം ഇതിനും അതിനും തുല്യമായിട്ട് അവിടെ നിൽക്കേണ്ടല്ലേ. അവരെ സഹായിക്കുന്ന ആൾക്കാരില്ലേ, അവരൊന്നും മനസ്സ് വെച്ചാൽ ഈ കുട്ടിക്ക് ഇവിടെ നിന്ന് തന്നെ പഠിക്കാമായിരുന്നില്ലേ, അവർക്ക് പഠിപ്പിക്കാമായിരുന്നില്ലേ. എന്നിട്ട് അവർ പറയാൻ എന്ത് എൻ്റെ മോനാണ് ഇല്ലേ. അപ്പം ഞാൻ ആർക്കും വേണ്ടി പറയുന്നില്ല, നിങ്ങൾ ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ചോദിക്കും എവിടെ ഇപ്പോൾ മാനത്ത് നിന്ന് പൊട്ടി വന്നോ, എവിടെ ഇന്നലെ ഇല്ലാത്തവൾ ഇന്ന് വന്നില്ല. പറയേണ്ട കാര്യം ഞാൻ പറയണം. സുചേട്ടൻ മരിച്ചപ്പോൾ കിച്ചുവിനും കൂടെയാണ് ആ ഫാദർ ആ വീട് നൽകിയത് ഇല്ലേ. അപ്പം രേണു സുധു സന്തോഷമായിട്ട് ആ കുട്ടിയെ എൻ്റെ മകൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട്, മോനെ നീ എങ്ങും പോകണ്ട, നിൻ്റെ അച്ഛൻ മരിച്ചു, നിൻ്റെ അമ്മയായിട്ട് ഞാനുണ്ട്, നീ ഇവിടെ നിന്ന് പഠിക്കുക, ഞാൻ നിന്നെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഈ കുഞ്ഞവിടെ നിന്നെങ്കിൽ ആരെല്ലാം സഹായിക്കുമായിരുന്നു. സുഖമായിട്ട് രേണുവിനെ അവനെ മാറോട് ചേർത്ത് നിർത്തി മോൻ്റെ സ്നേഹം കൊടുത്ത് അവിടെ നിർത്തി പഠിപ്പിക്കാമെന്നുള്ളായിരുന്നു. ഇന്ദു ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കിച്ചുവാണ് സുചേട്ടൻ എല്ലാമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇനിയും പറയും. അല്ലാതെ ഈ രേണു സുധ ആരൊന്നുമല്ല, സുചേട്ടൻ്റെ ഒന്നുമല്ല. സുചേട്ടൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ സുചേട്ടൻ്റെ ജീവന്റെ എനർജിയാണ് കിച്ചു. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.